to Ammu's World. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു പ്രോപ്പർ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്, നാളെ ഫ്രൈഡേ ആണ്, അവധിയാണ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട്, തേഴ്സ്ഡേ നൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടോ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, എങ്ങനെയുണ്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വ്ളോഗ് ചെയ്താലോ? ഇല്ലേ ചിക്കു? ദേവിൻ്റെ ഉച്ചകൾക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ചാട്ടാണ് കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞു ചിക്കു. ചിക്കു ഉറങ്ങിക്കഴിഞ്ഞിട്ടോ. 2:45 ആയതേ ഉള്ളൂ, 3 മണി പോലും ആയിട്ടില്ല. 2:45 ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഉറക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ചാട്ടം തുടങ്ങി. കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോന്നു അല്ലേടാ. ഇനി വൈകിട്ട് എഴുന്നേറ്റിട്ട് നമുക്ക് എന്ത് കഴിക്കണോ? പാപ്പ കഴിക്കണോ? ഹായ്. അപ്പോൾ സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഉറങ്ങിയൊന്നുമില്ല, പിന്നെയും ഇങ്ങനെ കളിച്ചിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി അവന് ഫുഡ് എന്തെങ്കിലും ആക്കി കൊടുക്കണം. വൈകിട്ട് ഞാൻ യൂഷ്വലി ഫ്രൂട്ട്സ്, രാവിലെ ആയിരിക്കും കുറുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 2 നേരമാണ് ഞാൻ അവന് ഫുഡ് കൊടുക്കുന്നത്, സോളിഡ്സ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് അവന് ഇച്ചിരി കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ ചോറായിട്ടോ കഴിക്കും, അത് മാത്രമേ ഉള്ളൂ. അത് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. അതായത് മെയിനായിട്ട് സോളിഡ് ഫുഡ് കഴിക്കുന്നത് 2 നേരമാണ്. രാവിലെ എന്തെങ്കിലും ഒരു കുറുക്ക് കഴിക്കും, പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. മെയിനായിട്ട് ആപ്പിളോ അല്ലെങ്കിൽ പിയറോ ആയിരിക്കും ഫ്രൂട്ടായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പഴം നല്ല ഇഷ്ടമാണ് അവന്, പഴം കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പിയർ ഇരിപ്പുണ്ട്, ഞാൻ അത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് പിയർ അല്ലെങ്കിൽ ആപ്പിൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് ഞാനത് പ്യൂരിയാക്കി കൊടുക്കുന്നത്. സോ അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ തുണി നനച്ച് വെളിയിലിട്ടിട്ടുണ്ട്, അതെടുക്കണം. അങ്ങനത്തെ കുറച്ച് ജോലികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് വരാം. ഓക്കെ ചിക്കു? ഇവനെ ഞാനിവിടെ സ്ട്രോളറിൽ വെച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ സ്ട്രോളറിൽ ഇരുത്തേക്കാണ്. അതിനിങ്ങനെ കൂടുതൽ സമയമൊന്നും അതിലിരിക്കില്ല, കുറച്ച് സമയം ഇരിക്കുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്തിനുള്ളിൽ വേഗം ചെയ്തിട്ട് വരണം. എൻ്റെ വളരെ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാനൊക്കെ സ്പേസ് ഒത്തിരി വളരെ കുറവാണ്. ചെറിയൊരു നിൽക്കാനുള്ള സ്പേസുള്ള അടുക്കളയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിയർ എടുത്തിട്ടുണ്ട്. പിയർ ഞാൻ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ പീൽ ചെയ്യണം. അപ്പോൾ ഞാൻ അത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീമായി ഒന്ന് നല്ല സോഫ്റ്റായി വരണം, എന്നാലേ നമുക്ക് പ്യൂരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഫോർക്കും കൊണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് കുഴിഞ്ഞിറങ്ങി പോകണം, അങ്ങനത്തെ സോഫ്റ്റ് ആവണം. കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊന്നാവുന്ന സമയം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് തുണി എടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ആറണം. നന്നായിട്ട് ഫുൾ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഇത് ഇവിടെ ആറട്ടെ. സോ അപ്പോൾ അത് ഫുൾ ആറി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പോഴത്തേക്ക് അത് ആറും. അത് കഴിഞ്ഞ് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാം.
ഇതേ അപ്പം ഞങ്ങൾ ബിബൊക്കെ കെട്ടി റെഡി ആയിട്ടിരിപ്പുണ്ട് കുറുക്ക് കുടിക്കാനായിട്ട്. പിയറിൻ്റെ കുറുക്ക് കുടിക്കാനായിട്ട് റെഡി ആയിരിപ്പുണ്ട്. ഇപ്പം കുടിക്കും. ഇപ്പം ഇതൊക്കെ കെട്ടാനുള്ള ഉത്സാഹം മാത്രമല്ല കേട്ടോ, എടുത്തോണ്ട് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ചിക്കുക്കുട്ടൻ ഗുഡ് ബോയാ. ഇപ്പൊ പിയറിൻ്റെ കുക്ക് കുടിച്ചോലോ. ഇപ്പൊ പിയറിൻ്റെ കുക്ക് കുടിച്ചോലോ. അപ്പം ഞങ്ങൾ കുറുക്കൊക്കെ കുടിച്ചിട്ട് വരാട്ടോ. കുറുക്കൊക്കെ കുടിച്ചിട്ട് വരാട്ടോ. കുക്കൊക്കെ കുടിച്ചിട്ട് വരാട്ടോ. വരൂ, ഗുഡ് ബോഷായി വരൂ. ചിക്കുക്കുട്ട ഗുഡ് ബോഷായി വരൂ. ഓക്കെ, അപ്പൊ പേരിന്റെ കുക്ക് കുച്ചിട്ട് വരാമേ. അപ്പോൾ ഒരു 7 മണിക്ക് ആയിട്ടുണ്ട് സമയം. വൈകിട്ട് ഞങ്ങൾ ബാക്കി കുറുക്കൊക്കെ കുടിച്ച് ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ. അപ്പോൾ ഞങ്ങളൊരു പുറത്തൊക്കെ പോകാനുള്ള വെറുതെ ഒന്ന് പുറത്ത് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ പോകാനുള്ള പ്ലാനാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുറത്ത് പോയിട്ട്, തേഴ്സ്ഡേ നൈറ്റ് ഞങ്ങൾ യൂഷ്വലി പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് പോയി സാധനമൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരാം. അപ്പം ഞാൻ വ്ലോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. അപ്പം ഞാൻ റെഡിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊന്നും റിമൂവ് ഒന്നും ചെയ്യാനൊന്നും മെനക്കെടാൻ വയ്യ. അതുകൊണ്ടാണ് മെയിനായിട്ട് മേക്കപ്പ് ചെയ്യാത്തത്. ഇപ്പം ഞാൻ ഫേസ് ടോണർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് ടോണർ ഒരു കോട്ടണിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ബോഡി ഷോപ്പിൻ്റെ ടീ ട്രീ കളക്ഷനിലെ ഫേസ് ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. പ്ലമ്മിൻ്റെ ടീ ട്രീയുടെ തന്നെ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് സ്കിൻ നല്ല ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് മോയ്സ്ചറൈസർ ഇട്ടേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് കണ്ണെഴുതുന്നുണ്ട്. ഞാൻ ലാക്മെ ഐക്കോണിക്കിൻ്റെ കാജൽ വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. NYBൻ്റെ ലിപ് ക്രയോൺ വെച്ചിട്ടാണ് ലിപ്സിലിട്ടത്. അത് കഴിഞ്ഞ് മുടിയും കെട്ടി ജസ്റ്റ് കമ്മലിടുന്നേ ഉള്ളൂ. അതായത് ഫേസ് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ജസ്റ്റ് ഒരു സിമ്പിൾ കുർത്തയാണ്. ഒരു ചുടി ബോട്ടം പാൻറ്റും ഉണ്ട്. ജസ്റ്റ് എംബ്രോയ്ഡറി ചെയ്തൊരു സിമ്പിൾ കുർത്തയാണ്. ചിക്കുക്കുട്ടനും എന്താ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകാൻ റെഡിയായി. അവനാണെങ്കിൽ എൻ്റെ കമ്മൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുൾ ടൈം അതിൽ കയറി പിടിക്കുകയായിരുന്നു. അത് വലിച്ചു പറിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ റെഡിയായി പുറത്ത് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ റെഡിയൊക്കെ ആയി നിൽക്കുകയാണ്. നമുക്ക് പുറത്ത് പോയിട്ട് വരാം. അപ്പം ഞങ്ങളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ. ഇന്ന് തേഴ്സ്ഡേ നൈറ്റും കൂടി ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടന്ന് ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതേ ഇവിടെ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. മോളിൻ്റെ ക്യാപിറ്റൽ മോളിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിൻ്റെ ബിഗ് ടെൻ്റ് എന്ന് പറയുന്ന വിൻ്റർ സെയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാ വർഷവും ഇത് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അത് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം. ഭയങ്കര തിരക്കാണ് തേഴ്സ്ഡേ ആയതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഇത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആണ്. ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ഫാദറിൻ്റെ കട്ടൗട്ടും ക്രിസ്മസ് ട്രീയും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തന്നതാണ്. ഇപ്പം സമയം നല്ല ലേറ്റായി, രാത്രി ആയിട്ടുണ്ട്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങളുടെ ട്രോളി. ചിക്കുക്കുട്ടൻ ഇവിടെ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. അവൻ ഉറക്കമൊന്നും വരുന്നില്ല. അവനിവിടെ ഒരു സോക്സൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഇവിടെ കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഇവിടെ ഇപ്പോഴും ഉറക്കമൊന്നും വരുന്നില്ല ആൾക്ക്. കളിച്ചിപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു.
ക്രിസ്മസ് ട്രീ ആണ്. ഇതിവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കിനി ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഇവിടെ ഇരുന്ന് കഴിക്കില്ല, ഞങ്ങൾ എടുത്തിട്ട് പോവേ ഉള്ളൂ. ഞങ്ങളിനി ഫുഡ് കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മേളത്തെ ഫ്ലോറിലാണ് ഫുഡ് കോർട്ട്. ഞാൻ ഇവിടെ മോളിൻ്റെ താഴത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ താഴെ, ഇങ്ങനെ മോളിൻ്റെ താഴെയൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ ഫുഡ് കോർട്ടിൽ ഇങ്ങനെ ഫുഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവനിപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഫുഡ് കോർട്ടിൽ ഇവിടെ ഞങ്ങൾ ബിരിയാണി ഹട്ടിലാണ് വന്നേക്കുന്നത്. അവിടെ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പാഴ്സൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കിട്ടാനായിട്ട്. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ രാത്രിയിൽ ബാക്കി വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് ലേറ്റായി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ. അതുകൊണ്ട് പിന്നെ ലേറ്റായിട്ടാണ് എണ്ണീറ്റതും. അപ്പോഴത്തേക്ക് ചിക്കു രാത്രി ഇറങ്ങിയായിരുന്നു. പിന്നെ ഇപ്പോൾ രാവിലെ എണ്ണീറ്റിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ചിക്കു രാവിലെ എണ്ണീറ്റിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ദോശയുടെ മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പനിയാരമാണ് ഉണ്ടാക്കിയേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അതും ചട്നിയുമാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അവന് വേണ്ടിയിട്ട് ഏത്തയ്ക്ക പുഴുങ്ങിയിട്ടുണ്ട്. കഴിക്കില്ലെന്ന് അറിയത്തില്ല, ഇതുവരെ ഞാൻ അങ്ങനെ പുഴുങ്ങി അങ്ങനെ കൊടുത്തിട്ടില്ല. ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്ക പുഴുങ്ങിയേക്കാണ്. അപ്പോൾ കഴിക്കുമെന്ന് അറിയില്ല, കൊടുത്ത് നോക്കണം. അപ്പം അങ്ങനെ ഇരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ക്യാപിറ്റൽ മോളിലായിരുന്നു പോയിരുന്നത്. കുറച്ച് സാധനമൊക്കെ മേടിക്കും. സാധനമൊക്കെ ഞങ്ങൾ ഇന്നലെ കുറച്ച് അഴുക്കാവുന്ന സാധനങ്ങൾ മാത്രമേ ഫ്രിഡ്ജ് വെച്ചുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഫ്രൈഡേ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇന്നലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്നോട് സംസാരിച്ചു. സാൻഡ്ര എന്നാണ് കുട്ടിയുടെ പേര്. ഒത്തിരി സന്തോഷമുണ്ട് വന്ന് സംസാരിച്ചതിൽ. സാൻഡ്ര എന്നായിരുന്നു, ഇവിടെ തന്നെ അടുത്തുള്ള കുട്ടിയായിരുന്നു. ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ സാൻഡ്ര, താങ്ക് യു സോ മച്ച് വന്ന് സംസാരിച്ചതിന്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ കണ്ടതിനും ഐഡൻറ്റിഫൈ ചെയ്ത് സംസാരിച്ചതിനും ഒക്കെ. അപ്പോൾ സാൻഡ്രയുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനിയും കണ്ടാലും വന്ന് സംസാരിക്കണം കേട്ടോ. അപ്പോൾ സാൻഡ്രേൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് സാൻഡ്രയെ കണ്ടതിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സാൻഡ്ര ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി സാൻഡ്രയെ കണ്ടതിൽ സംസാരിച്ചതിലും ഒക്കെ. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പനിയാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചട്നി ഉണ്ട് കഴിക്കാൻ ഞങ്ങൾക്ക്. പിന്നെ അവന് വേണ്ടിയിട്ട് ഏത്തയ്ക്ക പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ വാങ്ങിച്ചൊരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ഫ്രെയിമാണ്, ഫോട്ടോ ഫ്രെയിമാണ്, ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് ഹാങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ലൊരു ഫോട്ടോ ഫ്രെയിം അല്ലേ. ലവ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. 2 ഫോട്ടോ വെക്കാം. ഇതെനിക്കെന്തോ ഭയങ്കര നല്ല ഓഫറിന് കിട്ടിയതാണ് കേട്ടോ. എന്തുകൊണ്ട് 7-8 എന്തോ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഓഫറിന് കിട്ടിയതാണിത്. അപ്പോൾ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ കിട്ടിയത് ഈ ക്ലോക്കാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ലൊരു ബ്രാസ് ഫിനിഷൊക്കെ ആയിട്ടൊരു നല്ലൊരു ക്ലോക്കാണ് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിന് എല്ലാ കളറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. നല്ലൊരു മെറ്റാലിക് ഫിനിഷൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് വാങ്ങിച്ചു ഇന്നലെ. പിന്നെ ബാക്കിയെല്ലാം പിന്നെ വീട്ടു സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്ന് അതൊക്കെ വാങ്ങിച്ചിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെയായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അവനിവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇന്നിവിടെ വില്ലയിലാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഗെറ്റ് ടുഗദർ പോലെ ഉണ്ട്. അപ്പോൾ ലഞ്ച് അവിടെ ഒരുമിച്ചാണ് എല്ലാവരുമായിട്ട്. അപ്പം ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട ഫ്രൈഡേ. ഇന്ന് എല്ലാവരും ഞങ്ങളിങ്ങനെ വില്ലയിൽ ഇവിടെ പുതിയതാണ്. സോ അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഗെറ്റ് ടുഗദറാണ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഗെറ്റ് ടുഗദറാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാനതെല്ലാം കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1.5 അത് ഓടിക്കോളും. അതെല്ലാം പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ, ഇപ്പോൾ ഒരു മണി കഴിഞ്ഞു സമയം. ഇനിയിപ്പോൾ ഞങ്ങളവിടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. എല്ലാവരും കൂടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വാവ ഉറങ്ങുകയാണിപ്പോൾ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഇനി എല്ലാവരോടും എത്തിയിട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എനിക്കൊന്നിപ്പോൾ ഒത്തിരി ലെങ്തായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും പോകുമ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം എൻ്റെ അടുത്ത്. ഇനി ഇതുപോലത്തെ വ്ളോഗ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.